സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു ജീവിതാനുഭവം, ഒരു വീഡിയോയുടെ ക്ലിപ്പ് കണ്ടതാണ് ഇന്നത്തെ പാഠഭേദത്തിൽ ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ചില ചിന്തകൾ പങ്കുവെക്കുവാനുള്ള കാരണം. ഇത്തരം ചിന്തകൾ നമ്മുടെ നിർമ്മല മനസാക്ഷിയെ ഉണർത്തണം, എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. കൃത്യമായി 4 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. നെയ്യാറ്റിൻകരയിൽ 1 ലക്ഷം വീട് കോളനിയിൽ താമസിച്ചു കൊണ്ടിരുന്ന രാജനും അദ്ദേഹത്തിൻ്റെ ഭാര്യ അമ്പിളിയും വീട് ഒഴിപ്പിക്കുവാൻ വന്ന പോലീസിൻ്റെ മുമ്പിൽ, ആ പോലീസിനെ വന്ന് അകറ്റി നിർത്തുവാൻ വേണ്ടിയാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ മണ്ണെണ്ണയ്ക്ക് ഒഴിച്ച് ഒരു ലൈറ്റർ എടുത്തൊന്ന് കത്തിച്ചു. പോലീസുകാരനും അവരെ രക്ഷിക്കാൻ വേണ്ടി ലൈറ്റർ തട്ടിത്തെറിപ്പിച്ചതാണ്. പക്ഷെ അബദ്ധം പറ്റി. തട്ടിത്തെറിപ്പിച്ച ലൈറ്റർ ഈ മണ്ണെണ്ണ ഒഴിച്ചു നിന്നവരുടെ ദേഹത്ത് കത്തിപ്പടർന്നു. പിന്നെ അലർച്ചയും കൂട്ട നിലവിളിയും ഒക്കെയാണ് കേട്ടത്. 2 പേരും മരിച്ചു. അതുകൊണ്ടൊന്നും കഥ തീർന്നില്ല. രാജൻ മരിച്ചപ്പോൾ അതേ പറമ്പിൽ സ്വന്തം അച്ഛൻ്റെ ശവക്കുഴി തോണ്ടിയ ആ കാഴ്ച, അത് കേരള മനസാക്ഷിയെ മരവിപ്പിച്ച കാഴ്ചയായിരുന്നു. അച്ഛനെ കുഴിച്ചിട്ടു, പിന്നെ അമ്മയും അതേ വഴിയിലൂടെ പോയി. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ രാജൻ്റെ വസ്തുവിൻ്റെ കേസിൻ്റെ തർക്കം ഇങ്ങനെ നടക്കുകയായിരുന്നു. മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വന്ന ഒരു വിധിയാണ് അവരെ ഒഴിപ്പിക്കുവാൻ പോലീസിനെയൊക്കെ അവിടെ കൊണ്ടുവന്നത്. കേസിൻ്റെ ശരിതെറ്റുകൾ പിന്നെയും ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം, 3 ആഴ്ച മുമ്പ് നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ നിന്ന് ഒരു വിധിയും കൂടെ വന്നു. അതായത് ഈ വസ്തുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥാവകാശം അയൽക്കാരിയായ വസന്തയുടേതാണ്. അതുകൊണ്ട് ഈ വസ്തുവിൽ നിന്ന് ആ കുഴിമാടങ്ങൾ അവ മാറ്റണം, ആ വീട് പൊളിച്ചു മാറ്റണം. ഇതൊക്കെയാണ് കേസിൻ്റെ വിധിയുടെ ഒരു ചുരുക്കമെന്നാണ് എനിക്ക് അറിയാനിടയായി തീർന്നത്. അതിനുശേഷം വികാരഭരിതനായി ആ മകൻ, രഞ്ജിത്ത് എന്നാണ് അവൻ്റെ പേര്, 2 മക്കളിൽ ഇളയവൻ രഞ്ജിത്ത് ചെയ്ത ചില പ്രവൃത്തികൾ, അതായത് സർക്കാരിൽ നിന്ന് പണ്ട് സഹായം കിട്ടിയെന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കുണ്ട്, അവൻ്റെ ആധാർ കാർഡുണ്ട്, അവൻ്റെ ജന്മ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ കൂട്ടിയിട്ടവൻ തീ കൊളുത്തി. കോടതിയോടുള്ള പ്രതിഷേധം അവൻ കാണിച്ചതാണ്. മാത്രമല്ല, ഞാനല്ലേ എൻ്റെ അച്ഛനെയും അമ്മയും കുഴിച്ചിട്ടത്, അച്ഛനും അമ്മയും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ കുഴിമാടത്തിൻ്റെ മുകളിലെ മാർബിൾ ഫലകങ്ങൾ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ടിപ്പോൾ എനിക്ക് അറിവാനിടയായി തീർന്നത്, അത് കഴിഞ്ഞ് അവൻ വീട് വിട്ടുപോയെന്നാണ്. മാനസികമായി വളരെ തകർന്ന ഒരു കൊച്ചുകുട്ടി. അവൻ ചില വാക്കുകൾ പറഞ്ഞു, ചോദ്യങ്ങൾ ചോദിച്ച പത്രക്കാരോട്. അതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. മാനസിക നില തെറ്റി ഊളംപാറയിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന അമ്മയെക്കുറിച്ചും അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല എന്നും ഒക്കെ പറയുന്ന വാക്കുകൾ. ആ വാക്കുകളൊന്ന് കേട്ട ശേഷം രഞ്ജിത്ത് പറഞ്ഞ ചില പ്രത്യേക പദപ്രയോഗങ്ങളിലേക്ക് ആസാദിയുടെ പ്രേക്ഷകരുടെ ശ്രദ്ധ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ശബ്ദരേഖ മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. മോൻ്റെ തീരുമാനം എന്താ? തീരുമാനം, എനിക്ക് ഇവിടെയുള്ള ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ അപ്പനെ അമ്മയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. അവരെ കൊന്നിട്ട് അവരെ പേരിൽ ഒരു നടപടി എടുത്തില്ല. അങ്ങനെ എനിക്ക് വേണ്ട, ഒന്നും വേണ്ട, സ്ഥലവും വേണ്ട, വീടും വേണ്ട, പൈസയും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ഒരുപാട് 5 വർഷമായി നമ്മൾ ഫൈറ്റ് ചെയ്യില്ലേ, എന്നിട്ട് ആരും, സർക്കാർ ഒന്നും മോനെ സഹായിച്ചില്ലെന്നാണ് മോൻ പറയുന്നത്. ആരും സഹായിച്ചില്ല, മോനെ നീതി കിട്ടിയില്ല. കൊച്ചിലെ എൻ്റെ അമ്മയ്ക്ക് വയ്യായിരുന്നു, മാനസിക രോഗിയായിരുന്നു. അപ്പോഴും പിള്ളേരെല്ലാവരും സ്കൂളിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിക്കുന്ന സമയം എൻ്റെ അമ്മയെ ഞാൻ കാണാൻ പോണ ഊളംപാറയിലാണ്. പിള്ളേരെല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ എനിക്കും കൊതി വന്നു, അമ്മയോ അപ്പയോ ഉണ്ടാക്കണത് തന്നെ. ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോണ ഊളംപാറ ആശുപത്രിയിൽ. അങ്ങനെ ഇരുന്നു എൻ്റെ അമ്മയ്ക്ക്, എനിക്ക് ഒരു 16 വയസ്സ് വരെയൊക്കെ എൻ്റെ അമ്മയ്ക്ക് അസുഖമായിരുന്നു. എൻ്റെ അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു 17 വയസ്സൊക്കെ ആയപ്പം അവർക്ക് ഓക്കെ ആയി. ഒരു 5-6 മാസം അത്രേ ഉള്ളൂ അവരുടെ സ്നേഹം എനിക്ക് കിട്ടിയത്. ആ കിട്ടിയ ഉടനെ തന്നെ
ഇവിടുത്തെ നിയമവും സാധനം കൊണ്ടുപോയി. അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട. ഇപ്പം കോടതി വിധി വന്നിട്ട് മോൻ തന്നെ പൊളിക്കുകയാണോ? ആ, ഞാനല്ലേ ഇവിടെ അടയ്ക്കുക, അപ്പം ഞാൻ തന്നെ പൊളിച്ചു മാറ്റി കൊടുക്കുക. ഞാനല്ലേ എൻ്റെ അമ്മയും അപ്പനെ ഇവിടെ അടയ്ക്കുക, ഞാൻ തന്നെ പൊളിച്ചു മാറ്റുക. അപ്പോൾ അവൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവം കേട്ടില്ലേ? ചെറിയ പ്രായത്തിലെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടി ഒടുവിൽ അമ്മയ്ക്ക് സൗഖ്യമൊക്കെ ആയപ്പോൾ ആശുപത്രിയിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മാസങ്ങൾക്കകം അമ്മ അച്ഛൻ ഒന്നിച്ച് വെന്തു മരിക്കുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം, കേരളക്കരെ ഞെട്ടിച്ച ഒരു അനുഭവം. അന്ന് ഈ വീഡിയോകൾ കണ്ട, ഈ സംഭവങ്ങൾ കണ്ട ആളുകൾ ആ അച്ഛൻ്റെയും അമ്മയുടെ മേൽ അഗ്നി ആളിപ്പടരുന്നത്, അച്ഛൻ്റെയും അമ്മയുടെയും കുഴിവെട്ടുന്ന രഞ്ജിത്തിൻ്റെ കാഴ്ചകൾ, എൻ്റെ അച്ഛനെ കൊന്നത് നിങ്ങളല്ലേ എന്ന് പോലീസിനോട് തട്ടിക്കയറുന്ന, ഇനിയും കുഴിച്ചിടുവാനും സമ്മതിക്കില്ലേ എന്ന് തട്ടിക്കയറുന്ന ഈ രഞ്ജിത്ത് വലിയ കോളുകളൊക്കെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. എല്ലാവരും സഹായിക്കാൻ മുൻപോട്ട് വന്നു. സന്നദ്ധ സംഘടനകൾ വന്നു. ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ളവർ, ശ്രീകണ്ഠൻ നായരെ പോലുള്ളവരൊക്കെ വീട് വെച്ചു കൊടുക്കാനൊക്കെ മുമ്പിലേക്ക് വന്നു. എന്നാൽ പിന്നീട് അത് തർക്കഭൂമിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് അവരാ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് കേട്ടത്. എന്നാൽ മറ്റു ചില സന്നദ്ധ സംഘടനകൾ അതേ പറമ്പിൽ വീട് വെച്ചു കൊടുത്തു. തർക്കഭൂമിയായിരുന്നു. എന്തായാലും കോടതിയുടെ വിധി വന്നു. ആ ഭൂമി ഇവരുടേതല്ല, ആ വീടൊക്കെ മാറ്റിക്കൊടുത്ത് പൂർവ്വസ്ഥിതിയിലെത്തിക്കണമെന്ന്. ഈ കുഞ്ഞിൻ്റെ മാനസിക നില വളരെ വിഷമകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ പയ്യൻ അത്രയുമൊക്കെ താങ്ങുവാൻ പറ്റുമോ? സർക്കാരും സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. കാരണം ഇവൻ്റെ ജ്യേഷ്ഠന് ജോലിയൊക്കെ സർക്കാർ കൊടുത്തു, സാമ്പത്തിക സഹായമൊക്കെ കിട്ടി, സന്നദ്ധ സംഘടനകളുടെ സഹായമൊക്കെ കിട്ടി. പക്ഷേ പിന്നെയും ഇത്തരം ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ആ ചെറിയ മക്കളെ വേട്ടയാടുമ്പോൾ നമുക്ക് പലർക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഈ കുട്ടികളെ സഹായിക്കുവാൻ കഴിയും? ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ നെയ്യാറ്റിൻകരയുള്ള ആസാദിയുടെ ചില പ്രേക്ഷകരെ വിളിച്ചു കാര്യങ്ങൾ അറിയാൻ വേണ്ടി. 4 വർഷങ്ങൾക്ക് മുമ്പുള്ള അവരുടെ ആ ഒരു ശവ അടക്കിൻ്റെ വീഡിയോ ഞാൻ കണ്ടത് ഓർക്കുന്നു. ചില പാസ്റ്റർമാരൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞാണ് അന്ന് ആ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല അവരേതെങ്കിലും ഒരു വ്യവസ്ഥാപിത സഭയുടെ അംഗങ്ങളാണോ എന്ന് എനിക്കറിയില്ല, രാജനും അമ്പിളിയും. പക്ഷേ അന്നത്തെ ആ ഫ്യൂണറൽ അങ്ങനെ പ്രാർത്ഥിച്ച് ആശീർവാദമൊക്കെ പറഞ്ഞ് നടത്തിയതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. പെന്തക്കോസ്തുകാരാണോ അതോ CSAക്കാരാണോ അറിയില്ല. എന്താണെങ്കിലും ആ കുഴിമാടത്തിൻ്റെ മാർബിളിൻ്റെ മുകളിൽ ഒരു കുരിശടയാളം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതോ വിശ്വാസ സമൂഹത്തിലെ ആളുകളെന്ന് എനിക്ക് തോന്നുന്നു. നെയ്യാറ്റിൻകരയുള്ള ആസാദിയുടെ പ്രേക്ഷകരെ വിളിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ്, മറ്റൊന്നുമല്ല കേട്ടോ. വിശ്വാസമുള്ള ഒരു കുടുംബവും സമൂഹവും ഒക്കെ അല്ലേ നമ്മുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ വേദനിക്കപ്പെടുന്നവർ ഉള്ളപ്പോൾ. രഞ്ജിത്ത് ചോദിച്ചൊരു ചോദ്യം ഞാൻ ആസാദിയുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇത് ചിന്തിക്കുവാൻ വേണ്ടിയാണ്, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുവാൻ വേണ്ടിയാണ്. മറുചോദ്യം ഒരു പക്ഷെ വന്നിരിക്കാം, പാസ്റ്റർ ഇങ്ങനെ വീഡിയോ ചെയ്തു, പാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ മനസ്സിൽ വന്ന ചിന്ത നിങ്ങളുമായി കൈമാറുന്നു. ആ കൈമാറുന്ന ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഒരു തീക്കനലായി എരിയണം. എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളിൽ ചിലർക്ക് കഴിവും അതിനുള്ള പ്രാപ്തിയുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതാണ് സത്യം. അവൻ ചോദിച്ച ചോദ്യം, അവൻ്റെ ജന്മ സർട്ടിഫിക്കറ്റൊക്കെ അവൻ കത്തിച്ച് കളഞ്ഞു കേട്ടോ, പാസ്ബുക്കൊക്കെ കത്തിച്ച് കളഞ്ഞു. ആ കുഴിമാടത്തിൻ്റെ മാർബിളൊക്കെ അവൻ തല്ലിപ്പൊട്ടിച്ചു. ഒരു തരത്തിൽ ആകെ തകർന്ന ഒരവസ്ഥയിലാണ് ആ ചെറിയ മകൻ. അവൻ ചോദിച്ച ചോദ്യം, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതല്ലേ, എനിക്ക് ഈ ഭൂമിയിൽ ഒരല്പം മണ്ണിൻ്റെ അവകാശമില്ലേ? ഈ ഭൂമിയുടെ അവകാശിയല്ലേ ഞാൻ? ഇതൊരു വലിയ ചോദ്യമാണ്. ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് ഈ മണ്ണിൽ ഒരവകാശവുമില്ലേ? 6 അടി മണ്ണിന് പോലും അവകാശമില്ലാത്ത മനുഷ്യർ ഇന്നും ഈ ഭൂമിയിലുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ യേശു കർത്താവ് കൊണ്ട് പറഞ്ഞു, തലചായ്ക്കുവാൻ മനുഷ്യപുത്രന് മണ്ണിൽ ഇടമില്ലെന്ന്. പറവകൾക്ക് ആകാശമുണ്ട്, പാമ്പുകൾക്ക് മാളമുണ്ട്,
എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ലെന്ന് യേശു കർത്താവ് പണ്ട് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗുരു നീ എവിടെ പാർക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരമായി യേശു പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. ശരിക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇന്നും അവസ്ഥ അതുതന്നെയാണ്. മനുഷ്യപുത്രന്മാർക്ക് തലചായ്ക്കുവാൻ ഇടമില്ലാത്ത ഭൂമി. ഇതൊരു വലിയ ക്രൈസിസ് ആണ്. അനേകർ ഇന്നും ഭൂരഹിതരായി ജീവിക്കുന്നു. രാജൻ്റെയും അമ്പിളിയുടെയും കഥ എന്താണ്? രാജൻ ഒരു നല്ല ഒരു ശില്പിയൊക്കെയായിരുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ മനോഹരമാകുന്ന ശില്പങ്ങൾ ഇന്നും ആ വീടിൻ്റെ വരാന്തയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വീഡിയോകൾ ആ വീടിനെ ചുറ്റിപ്പറ്റി ചിത്രീകരിക്കുമ്പോൾ, ചാനലുകൾ അവതരിപ്പിക്കുമ്പോൾ ആ ശില്പങ്ങളിലേക്കും വീഡിയോ കണ്ണുകൾ പോകുന്നു. ഞാൻ ആ വീഡിയോകൾ കണ്ടു, ആ ശില്പങ്ങൾ കണ്ടു. ഒരു സിംഹം ഒരു മാനിനെ കടിച്ചു കീറുന്ന ഒരു ശില്പം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു ശില്പം ഒരു മുതലയെ കടിച്ചു കീറുന്ന സിംഹമാണ്. എന്താണെങ്കിലും ഇരയാക്കപ്പെടുന്നവൻ്റെ വേദന, കടിച്ചു കീറപ്പെടുന്നവൻ്റെ വേദന ശരിക്കും അനുഭവിച്ച ഒരു കുടുംബമാണ് രാജൻ്റെ കുടുംബം എന്നുള്ളതിൽ സംശയമില്ല. ആ വേദനയിലൂടെ ഇന്ന് രഞ്ജിത്തും, മൂത്ത മകൻ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ രാഹുൽ എന്നാണ് അവൻ്റെ പേര്, ആ ഒരു വേദനയിലൂടെ ഇന്നും ആ കുടുംബം, ആ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നു. ശരിക്കും ആരാണ് ഭൂമിയുടെ അവകാശികൾ? യേശു പറഞ്ഞതാ ശരി. പാമ്പുകളും പറവകളും അവയ്ക്ക് മനുഷ്യനേക്കാൾ അധികമായി ഇന്ന് മണ്ണിൽ വിണ്ണിൽ ഇടമുണ്ടെന്നുള്ളതാണ് സത്യം. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് കേരളത്തിലെ പുകൾപ്പറ്റ എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥയാണ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് 10ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ, മലയാള പുസ്തകത്തിൽ ആ കഥ ഉൾപ്പെടുത്തിയിരുന്നു. ആരാണ് ഭൂമിയുടെ അവകാശികൾ എന്ന ചോദ്യം. ഗവൺമെൻറ് തീറാധാരം ചെയ്തു കൊടുത്ത ഒരു തുണ്ട് ഭൂമി വാങ്ങിയ ഒരു മനുഷ്യൻ്റെ കഥയാണ്. അവൻ ആ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ തൻ്റെ തീറാധാരം, മറ്റാർക്കും അവകാശമില്ലെന്ന് പറയുന്ന ആ ഭൂമിയിൽ ആ മനുഷ്യൻ കുറേ അവകാശികളെ കാണുന്നു. തനിക്ക് മുമ്പേ ആ ഭൂമിയിൽ പാർത്തിരുന്നവർ, അതിനകത്ത് അനുവാദമില്ലാതെ മരത്തിൽ കൂടുകൂട്ടിയ കാക്കയും, പറമ്പിലേക്ക് കയറി വന്ന പാമ്പും, പിന്നെ വവ്വാലുകളും, പിന്നെ പുഴുവും പഴുതാരയും ചിലന്തിയും എട്ടുകാലിയും, അങ്ങനെ ഒത്തിരി പേർ അവരൊക്കെ ഇവരെക്കാൾ മുമ്പ് ഈ ഭൂമിയിൽ കുടികെട്ടി പാർത്തവരാണ്, കുടികിടപ്പുകാരാണ്. ബഷീറിൻ്റെ ആ കഥയിലെ കഥാപാത്രത്തോട്, അതായത് ഭാര്യ കഥാനായകനോട് വന്ന് പറയുകയാണ്, ഈ പറമ്പിൽ ഉള്ള പാമ്പിനെയും പഴുതാരെയൊക്കെ കൊല്ലണ്ടേ? കൊല്ലരുത് എന്നാണ് കഥാനായകൻ്റെ അഭിപ്രായം. അവരൊക്കെ ഭൂമിയുടെ അവകാശികളാണ്. അപ്പോൾ ഭാര്യ പറയുന്നു, അത് കൊള്ളാൻ, നമ്മുടെ കുട്ടികൾ ഓടി നടക്കുന്ന സ്ഥലമാണ്, നമ്മുടെ പറമ്പിൽ വരുമ്പോൾ അടിച്ചു കൊല്ലണം. കഥാനായകൻ്റെ മറുപടി, കൊല്ലണമെന്ന് വേഗം പറയാം, കൊല്ലുകയും ചെയ്യാം. ജീവൻ കൊടുത്ത് സൃഷ്ടിക്കാൻ ഒക്കുമോ? മനുഷ്യരെയും മറ്റും കടിച്ചു കൊല്ലുന്ന പാമ്പുകളെയും മറ്റും ദൈവം എന്തിന് സൃഷ്ടിച്ചു? ആനകൾ, കടുവ, സിംഹം, കരടി, കാട്ടുപോത്ത്, നീർക്കുതിര, പുലി, ചീങ്കണ്ണി, മുതല, ഒട്ടകം, കുതിര, മനുഷ്യക്കുരങ്ങ്, ചെന്നായി, തേള്, മലമ്പാമ്പ്, കൊതുക്, മൂട്ട, വാവൽ, കഴുകൻ, മയിൽ, മാൻ, മൈന, പഞ്ചവർണ്ണക്കിളി എന്നിങ്ങനെ ഭൂമിയുടെ അവകാശികളായി ഒട്ടേറെ എണ്ണത്തിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ തിമിംഗലത്തിൻ്റെയും സ്രാവിൻ്റെയും ഒക്കെ കഥ, നീരാളിയുടെ കഥ ഒക്കെ ഈ പറഞ്ഞ കഥാനായകൻ തൻ്റെ ഭാര്യയോട് പറയുകയാണ്. എന്നിട്ട് കഥാനായകൻ പറയുകയാണ്, ഇതിൽ ഒന്നിനെയും കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കണം. പക്ഷേ ഭാര്യ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു കേട്ടോ. പിന്നെ മുന്നോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഭാര്യ ഒരു ദിവസം എലിവിഷത്തിൻ്റെ കാര്യം ഭർത്താവിനെ ഓർപ്പിച്ചു. എലിവിഷം വേണം, കാരണം എലിശല്യം കൂടിയിരിക്കുന്നു. എന്നിട്ട് വീടാകെ ഒന്ന് തൂത്തടിച്ചു വാരി വൃത്തിയാക്കി. എന്നിട്ട് എണ്ണം പറഞ്ഞു, 200 എട്ടുകാലി, 50 പാറ്റ, 30 ജീവിയുടെ, 5 തേൾ, 4 പഴുതാര, 7 വണ്ട്, 2000 എറുമ്പുകൾ, 500 ചിതലുകൾ. അപ്പോൾ കഥാനായകൻ ചോദിക്കുകയാണ്, അതിനെയൊക്കെ കസ്മലെ നീ എന്തു ചെയ്തു? ഭാര്യ പറഞ്ഞു, കൊന്നു.
ഭൂമിയുടെ അവകാശികളെ നീ കൊന്നുവോ? ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഈ കഥയിലൂടെ നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. മാൻ വേഴ്സസ് വൈൽഡ്, മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള യുദ്ധം ബഷീറിൻ്റെ കാലത്തെക്കാട്ടിൽ ഇന്ന് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ആന കുത്തിക്കൊന്ന ഒരു അലൻമോൻ്റെ മമ്മി വന്ന് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം നമ്മുടെ കരളുകളെ വേദനിപ്പിച്ചതാണ്. ആ സാക്ഷ്യത്തിലെ കണ്ണുനീരിനോടൊപ്പം മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ കഴിയാത്ത അവസ്ഥ. മുണ്ടൂരെ ആ ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞു പോയി. ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് സ്വന്തമായിട്ടുള്ള വീടുകൾ ഉപേക്ഷിച്ച് അവർ സുരക്ഷിതമാകുന്ന സ്ഥലങ്ങളിൽ വീട് വാടകയ്ക്കെടുത്ത് കഴിയുകയാണ്. ആനയുടെ കുത്തുകൊണ്ട വിജി സിസ്റ്റർ അല്ലെങ്കിൽ അലൻ്റെ മമ്മിയും ഒക്കെ അവിടെ നിന്ന് മാറിപ്പോയി. കാരണം അവരെക്കാട്ടിൽ കൂടുതൽ ഭൂമിയുടെ മേൽ അവകാശമുള്ള അവകാശികൾ ചുറ്റുമുള്ളത് കൊണ്ട്. ഇവിടെ രഞ്ജിത്തിൻ്റെ ചോദ്യം, ഞാനും ഈ മണ്ണിൽ പിറന്നതല്ലേ, എനിക്കിവിടെ ജീവിക്കുവാൻ അവകാശമില്ലേ, എനിക്ക് ഭൂമിയുടെ മേൽ അവകാശമില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മളൊക്കെയാണ്. ഇന്നും തലചായ്ക്കുവാൻ ഇടമില്ലാത്ത മനുഷ്യപുത്രന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ പാഠഭേദത്തിലൂടെ 2 കാര്യങ്ങളാണ് ഞാൻ മുമ്പിലേക്ക് വെക്കുന്നത്. ഒന്ന്, ആ മനുഷ്യപുത്രന്മാർക്ക് തലചായ്ക്കുവാനുള്ളിടം അത് അവർക്ക് കിട്ടണം. അതൊരു ജന്മാവകാശം പോലെയാണ്. ഇന്ന് കേരളത്തിൽ ഒത്തിരി ഭൂമി കച്ചവടത്തിനിട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതായത് കേരളത്തിൽ നിന്ന് ഒരു വലിയ മൈഗ്രേഷൻ്റെ വേവ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കേരളത്തിലെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകുന്നു. ഇവിടെ ആർക്കും വേണ്ടാതെ ഭൂമി കിടക്കുന്നു. വിൽക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ വില കിട്ടുന്നില്ല. അപ്പോൾ തന്നെ തലചായ്ക്കുവാൻ ഇടമില്ലാതെ ഒരു 4 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി 5 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി ആത്മാഹൂതി ചെയ്ത രാജനെ പോലെയുള്ള, അമ്പിളിയെപ്പോലെയുള്ള, രഞ്ജിത്തിനെ പോലെ എനിക്ക് ഈ ഭൂമിയുടെ മേൽ അവകാശമില്ലെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇങ്ങനെയുള്ള ഏക്കർ കണക്കിന് ഭൂമി വിൽക്കാനിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചോദ്യം, ഏതെങ്കിലുമൊക്കെ സന്നദ്ധ സംഘടനകൾക്ക്, ഏതെങ്കിലുമൊക്കെ സഭകൾക്കെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, രാജനെയും അമ്പിളിയും ഒക്കെ അടക്കിയത് പാട്ടുപാടി പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചൊക്കെയാ. അവരുടെ കുഴിമാടത്തിലും കുരിശൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സഭാ സംഘടനകൾ ഈ പറഞ്ഞ് വിൽക്കാനുള്ള ഭൂമി കുറേ എടുത്ത് ഒരു 4-5 സെൻറ്റുമായിട്ടൊക്കെ വീതം വെച്ച് ഭൂരഹിതർക്ക് ഒന്ന് ഭൂമി ദാനം ചെയ്താൽ അപ്പോൾ അത് വലിയ നഷ്ടമല്ലേ? ഉടമസ്ഥന് വില കൊടുക്കണമെന്നേ, ന്യായമായ വില കൊടുക്കണമെന്നേ. വില കൊടുക്കുവാൻ പണം എവിടുന്ന് കിട്ടും? നമ്മുടെ ആളുകളല്ലേ വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളവർ. അവരെ ദൈവം അനുഗ്രഹിച്ച് നല്ല സൗകര്യങ്ങൾ അവർക്കില്ലേ? ചെറിയ ചെറിയ തുകകൾ, പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഒക്കെ ഒരു കാലമല്ലേ? എന്തേ ആർക്കെങ്കിലുമൊക്കെ ഇത് ചെയ്തുകൂടെ? അതിന് ശേഷിയുള്ള പ്രാപ്തിയുള്ള ചിലർ ഒരുപക്ഷെ ആ സതിയിലൂടെ എന്നെ കേൾക്കുന്നുണ്ടാകാം. സത്യസന്ധമായി, ആത്മാർത്ഥമായി, ചാരിറ്റി സ്ഥാപനങ്ങളിലെ തട്ടിപ്പുകളൊന്നുമില്ലാതെ നല്ല സംഘടനകൾ, നല്ല ചാരിറ്റി ഓർഗനൈസേഷൻസ്, നല്ല സഭാ സമൂഹങ്ങൾ, കെട്ടുറപ്പും അടിസ്ഥാനമുള്ള സഭാ സംഘടനകൾ ഒക്കെ ഇങ്ങനെയുള്ള നല്ല കാൽവെപ്പുകൾ മുൻപോട്ട് വെക്കണം. അതാണ് ആസാദിയിലൂടെ എനിക്ക് തരാനുള്ള ഒന്നാമത്തെ പാഠം. 2ാം പാഠം മാൻ വേഴ്സസ് വൈൽഡാണ്. ഈ സംഭവത്തോട് കൂട്ടിയിണക്കി അതും അങ്ങ് പറഞ്ഞെന്ന് മാത്രം. പാമ്പിനും പഴുതാരിക്കും ഒക്കെ സ്വന്തമായ ഭൂമിയിൽ അവൻ്റെ കാട്ടിൽ നിന്ന് അവൻ അതിക്രമിച്ച് മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് കയറുമ്പോൾ മനുഷ്യൻ്റെ സുരക്ഷ, മനുഷ്യന് സുരക്ഷിതമായ സ്ഥാനങ്ങളിൽ പാർക്കുവാൻ ഉള്ള ഒരു ജന്മാവകാശം, അത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഞാനീ പറഞ്ഞ സഭാ സമൂഹങ്ങളുടെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. മുണ്ടൂരെ ആ പ്രിയ സഹോദരിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഞങ്ങളോട് പറഞ്ഞതാണോ അതോ സാക്ഷ്യത്തിൽ പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ മുണ്ടൂരിലെ ആ ഏരിയയിൽ നിന്ന് കുടുംബങ്ങളൊക്കെ വീട് വിട്ട് വാടകയ്ക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവർ കൂടി ആരാധിച്ച സഭയിൽ ഇന്ന് ആരാധിക്കുവാൻ ആളില്ല. ആ കുടുംബങ്ങളെല്ലാം മറ്റ് പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്നു. അവിടെ ഒരു സഭയുണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ. അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറിപ്പോയിരിക്കുന്നു. ഉത്തരവാദിത്വമില്ലേ? അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ കാടിനോട് മല്ലടിച്ച് ജീവിക്കേണ്ട ഗതികേട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്കുണ്ടാകുന്നത്?
മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവരും ഭൂമിയുടെ അവകാശികളല്ലേ. ഇങ്ങനെ കുറേ ഭൂമിയുടെ അവകാശികളുണ്ടെന്നേ. നിശ്ചയമായിട്ടും മണ്ണിൽ ജനിച്ചതുകൊണ്ട് മണ്ണിൽ തലചായ്ക്കുവാൻ ഒരിടം വേണ്ടവർ, അടക്കം ചെയ്യുവാൻ 6 അടി മണ്ണ് വേണ്ടവർ, അവരെ കരുതണം, അവരോട് കാരുണ്യം കാണിക്കണം. ഇതാണ് എനിക്ക് ആസാദിയുടെ പ്രേക്ഷകരോട് പറയാനുള്ള രണ്ടാമത്തെ പാഠം. ആരുടെയെങ്കിലും നിർമ്മല മനസാക്ഷിയെ ഇത് ഉണർത്തിയാൽ ഈ ഒരു പാഠഭേദത്തിൻ്റെ ഉദ്ദേശം, ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം സഫലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time.